ഹലോ. അപ്പോൾ ഇന്ന് നമ്മളെ കപ്പയും ബീഫിൻ്റെയും റെസിപ്പിയൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയ കപ്പയും ബീഫും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ബട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കപ്പയും ബീഫും ഒരുമിച്ച് കഴിക്കുന്നത്. അപ്പോൾ കപ്പ ഞങ്ങളുടെ കൊള്ളി എന്ന് പറയും. അപ്പോൾ കൊള്ളി ഞാൻ കുറേ പ്രാവശ്യം തിന്നിട്ടുണ്ട്, നമ്മളെ തേങ്ങ കടുക് ഇതൊക്കെ വറുത്തെടുത്തിട്ട്. അത് നല്ല ടേസ്റ്റ്. ബട്ട് ഞാൻ കപ്പയും ബീഫും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല ഇത് കപ്പയ്ക്ക് തേങ്ങക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടാണ് ഇതൊന്നിച്ചിട്ടാണ് തിന്നുന്നത്. ഞാൻ വിചാരിച്ചു ഈ കപ്പ പ്ലെയിനായിട്ട് ബീഫ് കറി കൂട്ടി തിന്നുന്നതാണ്. അതുകൊണ്ട് ഇച്ചിരി ഫ്ലോപ്പായോ എന്നൊരു ഡൗട്ട്. അപ്പോൾ എന്തുണ്ടാക്കിയാലും ഫ്ലോപ്പാവാണല്ലോ എന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ ഞാനിതാ നെക്സ്റ്റ് എൻ്റെ ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടാവോ. അപ്പോൾ ബീഫ് കറിക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ചെറുതായി അരിഞ്ഞ പൊട്ടറ്റയും ക്യാരറ്റും കൂടി ഇട്ട് നന്നായി മുരിഞ്ഞ് കിട്ടുന്നത് വരെ വറക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മൂന്നെണ്ണം ഇട്ടിട്ട് നന്നായി വറുത്തതിന് ശേഷം നല്ലൊരു മുരിഞ്ഞ് കിട്ടുന്ന ആ സമയം പരിമം വരുമ്പോഴേക്കും നമുക്ക് എന്തിട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായി ഇച്ചിരി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് കുറച്ച് സമയം നമുക്ക് മൂടി വെക്കണം. അപ്പോൾ ഞാനിതിൽ മൂടി വെക്കുന്ന വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല. തക്കാളി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അത് ആ പരിമം വരോളം നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് തുറന്നിടാം. തക്കാളി ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ കയ്യിൽ കൊണ്ടിങ്ങനെ കുത്തി ഉടക്കുക ആക്കോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിട്ടു, പുതിനയും മല്ലിയിലയും. അപ്പോൾ പുതിന മല്ലിയിലയിലൊക്കെ കണക്കൊന്നും എനിക്കില്ല, അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിനയും മല്ലിയും കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എനിക്ക് ടീസ്പൂണ് ടേബിൾ സ്പൂണ് ഈ കണക്കൊന്നും അറിയില്ല. ഫുഡിൽ വലിയ എക്സ്പോർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബീഫ് കറിയിൽ പുതിന മല്ലി നമുക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ ഗരം മസാലേൻ്റെ സ്മെല്ല്, ഗരം മസാല ടേസ്റ്റ് അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരു 2 സ്പൂൺ ഞാൻ ഇട്ടോളൂ. ടീസ്പൂണാണോ ടേബിൾ സ്പൂണാണോ നമുക്ക് അറിയാലാവോ. അതായത് ഈ നമ്മൾ ടിന്നിൽ കിട്ടുന്ന ആ സ്പൂണില്ലേ, അത് 2 സ്പൂൺ ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. 1 സ്പൂൺ ഞാൻ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇതൊക്കെ ഇട്ട് ആ മസാലകളൊക്കെ അതിലേക്ക് നന്നായി പിടിച്ച് വരുന്ന സമയത്ത് കുറച്ച് സമയം മൂടി വെക്കുക. എൻ്റെ മൂടെടുത്തപ്പോൾ നമുക്ക് എന്തോ വെച്ച് കൊടുക്കുക. ഞാൻ അരച്ച് വെച്ച മുളകാണ്. അപ്പം അരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാശ്മീരി ചില്ലിയാണ് അരക്കാറ്. ഈ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലിയും അതിലേക്ക് നമ്മൾ മല്ലിയും കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വറുത്ത് കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് ഒരു തക്കാളി കൂടിയിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ആ മുളകിലൊക്കെ നന്നായി ഈ മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു മുളക് തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ എന്തിട്ടു, നമ്മളെ ബീഫ് ഞാൻ ഇട്ട് കൊടുത്തോ. ബീഫ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ബീഫ് ഉണ്ടാക്കിയത്. ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇത് തിളച്ച് വരുമ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് ഇച്ചിരി നമുക്കൊരു ഇപ്പോൾ ലൂസായിട്ടല്ല ഉണ്ടാക്കുക കറി. അപ്പോൾ ഇച്ചിരി ടൈറ്റ് ആവുന്നത് വരെ നമ്മൾ എന്താക്കുക, ഇത് നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം, അത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഇത് നന്നായി തള വരുമ്പോഴേക്ക് നമുക്ക് അത് മൂത്ത് കിട്ടും. കുറച്ചും കൂടി നമുക്കൊരു ഡ്രൈ ആ കണക്കിന് കിട്ടും. ഇതിപ്പോൾ നല്ല ലൂസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇച്ചിരിയും കൂടി ഡ്രൈ ആവുമോളം നമുക്കിതൊന്ന് അടുപ്പത്ത് തന്നെ വെക്കാവാം. അപ്പോൾ നല്ല ബീഫൊക്കെ നന്നായി വെന്തിട്ട് മസാലയൊക്കെ നന്നായി ബീഫിലേക്ക് പിടിച്ചിട്ട് ഒരു കറിക്കൊരു മൂപ്പൊന്നൊരു ഡ്രൈയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ബീഫ് കറി. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പരുവത്തിൽ എത്തുമ്പോഴേക്ക് നമ്മുടെ ബീഫ് കറി റെഡിയാണോ. അപ്പോൾ ഇതൊന്ന് കാണുമ്പോൾ തന്നെ തോന്നില്ല, നമുക്കൊന്ന് കൂട്ടി നോക്കാം. നല്ല ടേസ്റ്റാവും ഇങ്ങനെ ബീഫ് കറി വെക്കുമ്പോൾ. നമ്മളെ പൊട്ടറ്റയും ക്യാരറ്റും ഇട്ടിട്ട് അതിൻ്റേതായൊരു സ്മെല്ലും അതിൻ്റേതായ ടേസ്റ്റും ബീഫ് കറിക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇപ്പം ഞാൻ കപ്പ റെഡിയാക്കാൻ പോകണം. അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് ഞാൻ കപ്പ കഴിച്ചത്. അപ്പോൾ കപ്പൻ്റെ കഥ ഒന്നും പറയാനില്ല. കപ്പ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി അത് മുങ്ങുന്നത് വരെ വെള്ളം കൂട്ടിയും മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു ചീനമുളക് ഞാൻ ഒന്നിട്ടിട്ട് അതിലേക്ക് ഒരു എരിവ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇച്ചിരി നമ്മുടെ ചെറുനാരങ്ങ ഞാനതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 2-3 ഇടണമായിരുന്നു ചീനമുളകല്ല. പിന്നെ പിള്ളേർക്ക് എരിഞ്ഞുണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നേ ഇട്ടിട്ടു. അതിൻ്റെ ഒരു എരിവ് പോലും അതിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെതാ കപ്പ റെഡിയാണ്. ബട്ട് ഞാൻ ഫ്ലോപ്പായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് തേങ്ങ കടുകൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അപ്പം എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഈ കപ്പയും ബീഫും ഒരുമിച്ച് കഴിക്കുന്നത്. അപ്പോൾ കപ്പ ഞങ്ങളിവിടെ കഴിച്ചിട്ടുണ്ട് തേങ്ങ കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ട്, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി എൻ്റെ പിള്ളേർക്ക് കൊടുത്തു. പിള്ളേർ ഫസ്റ്റ്
ഫസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മാന്നെല്ലാം പറഞ്ഞു. ബട്ട് നമുക്ക് 1-2 കഷ്ണം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും, ഒരു ഛർദ്ദിക്കാൻ വിടുന്ന പോലെ. അങ്ങനെ ഒരു കപ്പക്ക് ഇതൊന്നും ഇടാത്തതുകൊണ്ട് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബാക്കി ഇച്ചിരി ഞാൻ കഴിച്ചു, പിള്ളേർക്ക് ഞാൻ അപ്പം കൊടുത്തു. പിന്നെ ആകെ ഫ്ലോപ്പായി അന്നത്തെ ദിവസം. പിന്നെ ഞാൻ ഈ ബാക്കി വന്ന കപ്പ ഞാൻ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ തേങ്ങയും കടുകൊക്കെ ഇട്ട് ഞാൻ പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തീർത്തു കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.